വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏറ്റവും പുതിയ എപ്പിസോഡായ 1-to-1 ടോക്ക് ഷോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളം വീണ്ടും ഒരു യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. ഓരോ വോട്ടും ഒരു വിധി, ഓരോ തീരുമാനവും ഒരു ഭാവി. ഈ വരുന്ന ഏപ്രിൽ 9 ആര് ജയിക്കും? ആരാണ് ജനഹൃദയങ്ങൾ കീഴടക്കുക? വാഗ്ദാനങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയിൽ ആവേശം നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമോ, അതോ പുതിയ ഒരു രാഷ്ട്രീയ കഥ ജനിക്കുമോ? ഇന്നത്തെ ഈ സ്പെഷ്യൽ ടോക്ക് ഷോയിൽ സത്യങ്ങളും സാധ്യതകളും തുറന്നടിച്ച് സംസാരിക്കുവാനും കേരളം നേരിടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും ഖത്തറിലെ LDF നേതാക്കൾ ടോക്ക് ഷോയിലൂടെ നിങ്ങളോടൊപ്പം. നമ്മൾ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഖത്തറിനകത്ത് ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ സംസ്കൃതിയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പം അവിടെ 2 ആളുകൾ പുതിയ ഗവൺമെൻറ്റിൻ്റെ ക്ഷേമനിധി ചേരാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പെൻഷൻ കിട്ടുന്ന ക്ഷേമനിധി ചേരാൻ വേണ്ടി വന്നപ്പോൾ അവിടെ നിന്ന് 2 ആളുകൾ രാഷ്ട്രീയമൊന്നും കൂടുതൽ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. അവരൊരു സംശയം, ഈ പെൻഷൻ അടുത്തൊരു ഗവൺമെൻറ് വന്നാൽ ഇനി ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളൊരു ഒരു ആശങ്ക. അത് അവരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവങ്ങളുടെ ഭാഗമായി. പക്ഷെ രാഷ്ട്രീയം കൂടുതൽ ഇത് ശ്രദ്ധിക്കാത്ത ആ 2 പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് പെൻഷൻ കിട്ടുമോ, അതല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ നോർക്കയുടെ ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ട്, ഇത്രയും വലിയൊരു ഇൻഷുറൻസ് ഞങ്ങൾക്ക് തുടരാൻ കഴിയുമോ, അഥവാ ഭരണം മാറുമോ എന്നുള്ളൊരു ചോദ്യം, ഭയമാണ്. കാരണം ഭരണം മാറുന്നത് പോലും അവർക്ക് ഭയമാണ്. ആ ഭയം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം. അപ്പൊ ഇത് പ്രവാസ മേഖലയിലുണ്ട്. ഇപ്പൊ പ്രവാസി മേഖലയിലുള്ള ആനുകൂല്യങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടപ്പെടുമോ എന്നുള്ള വലിയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പ്, പ്രവാസികളുടെ തെരഞ്ഞെടുപ്പ് ചിന്തകൾ ആരംഭിക്കുന്നത്. പ്രവാസികളുടെ തെരഞ്ഞെടുപ്പ് ചിന്തകളുടെ തുടക്കം തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരം പ്രവാസികളായിട്ടുള്ള ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ ആശങ്ക അതിനകത്തുണ്ട്. കാരണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പെൻഷൻ. ഇന്നത്തെ ഈ ഒരു ചോദ്യം കാരണം വെച്ചാൽ ഇതിൽ വെറും ഒരു ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഒരാൾ മാത്രമല്ല ഈ ആശങ്കയിലൂടെ തന്നെ കടന്നു പോകുന്നത്. പ്രവാസി ഏരിയയിൽ നിന്നിരിക്കുന്ന UDFകാർക്ക് പോലും എന്തുണ്ട്, ഈ ഒരു ആശങ്കയുണ്ട്. കാരണം അവരെ ആ ഒരു ബാക്കി ജീവിതകാലത്തിലൊക്കെ തന്നെ ഈ പെൻഷനും കാര്യങ്ങളുമൊക്കെ തന്നെ കിട്ടുമെന്ന് ഉറപ്പുള്ള പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്, അത് ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെയാണെന്ന് അവർക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൽ വലിയൊരു ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോ മലയാളികളും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ, അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷം ചർച്ചയാക്കിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്ത് ഒരിടത്തും പോലും തന്നെ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ 10 വർഷക്കാലവും പ്രതിപക്ഷത്തിരുന്ന ഒരു സംഘടനയുടെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അഴിമതിയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. കാരണം ഈ 10 വർഷം കേരളത്തിൽ ഭരിച്ച ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു തരത്തിലുള്ള അഴിമതി പ്രതിപക്ഷത്തിന് കൊണ്ടുവരാനോ, പ്രതിപക്ഷത്തിന് അഴിമതിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരിടത്തിൽ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നടപ്പിലാക്കി വന്ന പ്രവർത്തനങ്ങൾ. അത് ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയറിയാം. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഈ സാംസ്കാരിക മേഖല, യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക മേഖല എന്ന് വേണ്ട എല്ലാ മേഖലകളെയും തൊട്ട് തലോടിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇടതുപക്ഷം മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇതിനൊന്നും എതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് പറയുവാൻ, ഉന്നയിക്കുവാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പിന്നെ നിങ്ങൾക്കറിയാലോ, അല്ല, ഇതിനകത്ത് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ അഴിമതി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാറ് ഭരണത്തിനെതിരായിട്ടും സർക്കാരിനെതിരായിട്ടാണ്. പക്ഷേ കേരളത്തിൻ്റെ 57 മുതലുള്ള ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു അനുഭവം കേരളത്തിനകത്തുള്ളത്.
അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് വലിയ പ്രതിരോധം തീർക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് ഓരോ ദിവസം പറയുന്ന കണക്കുകളും തൊട്ടടുത്ത ദിവസം മാറ്റി പറയേണ്ട സാഹചര്യം വരുന്നു. ജനങ്ങളിടയിൽ കൂടുതൽ ഒരു വിശ്വാസ്യത തകരുന്ന ഒരു സമയത്ത് ഈ ഒരു കോൺഗ്രസിനെ അല്ലെങ്കിൽ ഒരു UDF എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുമെന്നൊരു ചോദ്യം സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരുടെ ഇടയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ 2 തരത്തിലാണ് രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പിന് ആളുകൾ വിശകലനം ചെയ്യുക. അതിനകത്തൊന്ന് നമ്മളുടെ നേട്ടങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും വരണം എന്ന് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് അപ്പുറത്തുള്ള പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ കേരളത്തിനകത്ത് വീണ്ടും അധികാരത്തിൽ വരേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് UDF എനിക്ക് തോന്നുന്നു കൂടുതൽ അവർ കേന്ദ്രീകരിക്കുന്നത് ഇടതുപക്ഷത്തെ ആക്രമിക്കുവാനും അതിൻ്റെ ഭാഗമായിട്ട് ജാതി മത സംഘടനകളോടൊക്കെ തന്നെ ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ മുമ്പൊക്കെ നമ്മൾ അപൂർവമായി കണ്ടിരുന്ന വർഗീയതയും ഈ മതധ്രുവീകരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രചരണങ്ങളും കേസും ഒക്കെ തന്നെ ഇന്ന് വലിയ ഒരു ചർച്ചയായിട്ട് മലബാർ മേഖലയിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം അത്തരമൊരു ഘട്ടത്തിൽ ഇടതുപക്ഷം തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടെ ജനങ്ങളെ സമീപിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് ലോകത്തുള്ള എല്ലാ ഗവൺമെൻറ്റുകളും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വികസനം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേട്ടം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ചരിത്രമാണ് എല്ലാ സ്ഥലങ്ങളിലും. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും സ്റ്റേറ്റുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ പലതരത്തിലുള്ള പൊടിക്കൈകൾ പ്രയോഗിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു അപൂർവ നേട്ടമായിട്ട് കാണുന്നത് ഈ വികസനം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിൽ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിലിപ്പം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കോൺഫിഡൻറ്റോട് കൂടി തന്നെയാണ്, വലിയൊരു അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ അത് നിങ്ങൾ അസസ് ചെയ്തോളൂ. അത് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ മതിയെന്ന് ഒരു പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് സർക്കാർ. പക്ഷേ നേരെ മറിച്ച് കോൺഗ്രസ് ഇവിടെ നമ്മുടെയുള്ള പ്രകടന പത്രികകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികകൾ എവിടെയും ചർച്ചയാവുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം എന്താണ്, ആ പ്രകടന പത്രികകത്ത് എഴുതി ചേർത്ത ഓരോ വാചകങ്ങളും നടപ്പിലാക്കാൻ കെൽപ്പുള്ളൊരു സർക്കാരായിരിക്കും അടുത്ത തവണ വരിക എന്നുള്ള ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ നേരെ മറിച്ച് UDF കാര്യം എങ്ങനെയാണോ, UDF കൊടുക്കുന്ന കാര്യങ്ങൾ ആളുകൾ ചിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കാണ്. ഈ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അധികാരം ഒഴിഞ്ഞ സമയത്ത് എത്ര മാസത്തെ കുടിശ്ശികയായിരുന്നു ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നത്? ഒന്നും വേണ്ട, ആ ഒരു 5 വർഷക്കാലത്തെ ഓരോ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാനാവും ഏതൊക്കെ രീതിയിലുള്ള പോരായ്മകളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. വൈദ്യുതി അതുപോലെ തന്നെ KSRTC, ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല. സ്കൂളുകൾ ലാഭത്തിലല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടുകയാണ്. കോഴിക്കോടുള്ള സ്കൂളുകളൊക്കെ തന്നെ ഇപ്പോൾ അവസ്ഥ എന്താണ്? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പറയുന്ന കാര്യം. പിന്നെ ഷംസീർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള മതം പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം, വലിയ രീതിയിലുള്ള ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള അതായത് ഇടതുപക്ഷത്തിൻ്റെ ആളുകളുടെ ഇടയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ ചൂണ്ടലിടുക എന്ന് പറയുമല്ലോ, അതുപോലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരുടെ മനസ്സിൽ വരുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഇടതുപക്ഷം നേതാക്കന്മാരൊക്കെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മളതിന് പിന്നാലെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. കാരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി നേരിടുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും ഈ പറയുന്ന ആരോഗ്യത്തിൻ്റെ കാര്യമായാലും ഒക്കെ തന്നെ ഒരുപാട് പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ ആയത് എന്നുള്ളതിൻ്റെ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ ഒന്ന് കേരളത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമായി എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് പഴയൊരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ 57 EMS ഗവൺമെൻറ് വരുന്ന സമയത്ത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല, പക്ഷേ അതിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഗവൺമെൻറ്, കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് ഏറ്റവും പ്രത്യേകത.
അതിനെതിരായിട്ടാണ് അന്ന് ജാതിമത സംഘടനകൾ രംഗത്തിറങ്ങുകയും വലിയ കലാപം ഉണ്ടാവുകയും ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പം ഞാനിപ്പോൾ നിതിന് പറഞ്ഞപ്പോൾ ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അൺഎയ്ഡഡ് മേഖലയിൽ സ്കൂളുകൾ അനുവദിച്ചത് ഇപ്പോൾ ഏകദേശം 1018 സ്കൂളുകൾ അൺഎയ്ഡഡ് മേഖല അനുവദിച്ചിട്ടുണ്ട്. അതിനകത്ത് വെറും 67 സ്കൂൾ മാത്രമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ അൺഎയ്ഡഡ് മേഖലയിൽ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള മുഴുവൻ ഈ 1018 സ്കൂളുകൾ വന്നിട്ടുള്ളത് UDFൻ്റെ. അതിനകത്ത് ഒരു LP സ്കൂൾ പോലും LDFൻ്റെ കാലത്ത് അൺഎയ്ഡഡ് മേഖലയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്ന സമയത്തും പ്രവാസികളെ സംബന്ധിച്ചിട്ടുള്ള വലിയ ആശങ്കകളുണ്ട്. ഒരു ഭാഗത്ത് പ്രവാസികൾ വലിയ ആശങ്ക നേരിടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ വലിയ സ്വപ്നം കാണുന്നത് ഒന്ന് ഗൾഫ് മേഖലയിലെ സാധ്യതകൾ, അവിടെയുള്ള ജോലി, മറ്റു കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ സാധ്യത കാണുന്നത് യൂറോപ്യൻ, അമേരിക്കൻ രാജ്യങ്ങളിലാണ്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ പുതിയ കുടിയേറ്റ നിയമം വന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കുള്ള സാധ്യത മങ്ങുകയാണ്. അങ്ങനെ സാധ്യത മങ്ങുന്ന സമയത്ത് നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത് GCC മേഖലയാണ്. അപ്പോൾ ആ GCC മേഖലക്കകത്താണ് ഇപ്പോൾ പുതിയ നമുക്കൊക്കെ തന്നെ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതിനകത്ത് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മളറിയാതെ വലിയൊരു പ്രാധാന്യം ഇവിടെ കിടക്കുന്നുണ്ട്. അത് കേരളത്തെ ഏറ്റവും അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ചു. അന്ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റിനകത്ത് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് കേരളത്തിലുള്ള കുട്ടികളെ അവരുടെ 3 വർഷം ഉണ്ടായിരുന്ന ഡിഗ്രി 4 വർഷമാക്കി, 4 വർഷം അവരുടെ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ കേരളത്തിനകത്ത് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിക്കഴിയുന്ന സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ഇപ്പോൾ കോവിഡ് വന്ന സമയത്തും അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ ഒരു പ്രതിസന്ധി നേരിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് കേരളത്തിൽ തന്നെ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2023 ഇന്ത്യയിൽ ആദ്യമായിട്ട് അധ്യാപകർക്ക് AI പരിശീലനം കൊടുത്ത സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ ഒരുപാട് കേരളം ഈ രൂപത്തിൽ വലിയ മാതൃകയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ട്. അതിൽ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റും കൂടെ ഞാൻ അതിൽ കൂട്ടിച്ചേർക്കാം. പക്ഷേ ഞങ്ങളോട് മറന്നുപോയായിരിക്കും. കാരണം ഇപ്പം പറഞ്ഞ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കകത്ത് വലിയ രീതിയിലുള്ള കുതിച്ചു ചാട്ടം തന്നെയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കൊച്ചിൻ സർവകലാശാലയുടെ ഒക്കെ ഇതിൽ വന്നത്. ഏകദേശം 1800-ലധികം വിദ്യാർത്ഥികളാണ് ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പുതിയ അഡ്മിഷൻ ബാച്ചിലേക്ക് വന്നത്. അതായത് ലോകത്തിൻ്റെ 68 രാജ്യങ്ങൾക്കകത്തു നിന്നാണ് ഇത്രയും വലിയ കുട്ടികളുടെ രജിസ്ട്രേഷൻ വന്നതെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം എത്ര മികച്ച നിലവാരത്തിലേക്ക് എത്തിയെന്നുള്ളതും കൂടെ ഈ ഒരു അവസരത്തിൽ എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ മുന്നിലുള്ള പ്രശ്നം എന്താണ്? അവർ 3 രാഷ്ട്രീയ പാർട്ടികളെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ 3 മുന്നണികളെ കാണുന്നുണ്ട്. ഇടതുപക്ഷം, UDF, അതേപോലെ തന്നെ BJPയുടെ നേതൃത്വം കൊടുക്കുന്ന മുന്നണി. BJPയുടെ ആ മുന്നണിയെക്കുറിച്ച് നമുക്കറിയാം, അവർ ഏത് തരത്തിലാണ് പ്രവർത്തിച്ചു പോകുന്നതെന്നറിയാം. കേരളത്തിൽ പ്രധാനമായിട്ടും ഇടതുപക്ഷവും അതേപോലെ തന്നെ വലതുപക്ഷ UDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ 2 മുന്നണികൾക്കും കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ സമയത്ത് ഇപ്പം UDFൻ്റെ പ്രവർത്തകരായാലും UDFൻ്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനത്തിന് പ്രകടന പത്രികയിലൊക്കെ തന്നെ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFൻ്റെ പ്രകടന പത്രികയും LDFൻ്റെ പ്രകടന പത്രികയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട്. അതും ശരിക്കും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2016 അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെൻറ് 2016 തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രകടന പത്രിക, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ വച്ചു. 2021 വന്നിട്ടുള്ള ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള പ്രകടന പത്രിക പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 97%, അതിൽ 900 കാര്യങ്ങളിൽ 874 കാര്യങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ അത് ലോകത്താദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പാകെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നോ, ആ നടപ്പിലാക്കിയ കാര്യങ്ങൾ അതിൽ ഇന്ന് തന്നെ കാര്യങ്ങൾ ബാക്കിയുണ്ട്, ആ ബാക്കിയുള്ള ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്ന് പറയുന്നത്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയ്ക്ക് സ്വീകാര്യത കിട്ടുന്നത്. ഇപ്പോൾ UDFൻ്റെ പ്രകടന പത്രികയ്ക്ക് അവർ പറയുന്ന പല കാര്യങ്ങളും ഇപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലരും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അതിനകത്ത് എല്ലാ കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിലൊരൊറ്റ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ആശ്വാസമുണ്ട് എന്ന് തോന്നുന്ന ഒന്നാണ്, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഓരോരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊണ്ടുവരുമെന്ന് പറയുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും നിലവിലുള്ള കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഇൻഷുറൻസ് കൊടുക്കണമെങ്കിൽ അതിന് ഒരു കുടുംബത്തിന് ഗവൺമെൻറ് ഇത്ര വെച്ചിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കണം. ആ ഒരു സാമ്പത്തികം ഗവൺമെൻറ് എവിടെ നിന്ന് കണ്ടെത്തും? അതിന് ഒരു വ്യക്തതയില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഒരു കുടുംബത്തിന് 25 ലക്ഷം ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് തുക ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ തേടുന്ന ഒരു മലയാളി എവിടെയാണ് പോവുക? അവൻ പോകുന്നത് കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സഹായിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പം പലതരത്തിൽ വിവാദങ്ങൾ വന്നിരുന്നു. കേരളത്തിലെ ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികൾ വൻ തുക 1000 കോടിയിലേറെ രൂപ UDF ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന വിവാദങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മാധ്യമങ്ങൾ ഉള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വിവാദങ്ങൾ ഗവൺമെൻറ് ആശുപത്രിക്കെതിരെ വന്നിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സൗജന്യമായിട്ട് ചികിത്സ തേടുന്ന ഗവൺമെൻറ് ആശുപത്രികൾ കേരളത്തിലതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ശ്വാസകോശം, അതേപോലെ തന്നെ വൃക്ക, ഹൃദയം, ഇത് മൂന്നും ഒറ്റ ദിവസം മാറ്റിവെച്ച ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് ആശുപത്രി കോട്ടയത്തുള്ള ആശുപത്രിയാണ്. ഈ തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ മികച്ച നേട്ടങ്ങളുമായിട്ട് കേരളം പോകുന്ന സമയത്ത് ആ കേരളത്തിൻ്റെ സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് സംവിധാനത്തിലുള്ള ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനമാണ് ഇപ്പോൾ. വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർത്ത് പറയേണ്ടത്. അതെല്ലാം നമ്മൾ കേരളത്തിൽ വന്നു. അല്ല, കേരളത്തിൽ നമ്മൾ അത് ആരോഗ്യ മേഖല കണക്ക് പറയുകയാണെങ്കിൽ വലിയ കണക്ക്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഹൃദയം മാറ്റിവെക്കുന്ന ജില്ലാ ആശുപത്രി കേരളത്തിലതാണ്. ആദ്യമായിട്ട് ഇന്ത്യക്കകത്ത് ഒരു ശ്വാസകോശം മാറ്റിവെക്കുന്ന എയിംസ് കഴിഞ്ഞാൽ അത് കേരളത്തിലാണ്. അങ്ങനെ കേരളത്തിലുള്ള ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന നമുക്കൊക്കെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആ 800-ലേറെ വരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ആധുനിക സംവിധാനങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് കേരളത്തിൽ മാറിയത്. ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പം താരതമ്യം ചെയ്യുകയല്ല, എന്നിരുന്നാൽ പോലും ആ ഒരു 11-16 കാലഘട്ടത്തിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ അവസ്ഥ, പിന്നെ മരുന്നുകളില്ലാത്ത, ഡോക്ടർമാരില്ലാത്ത, ബെഡില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഹോസ്പിറ്റലുകളുടെയൊക്കെ തന്നെ ഒരു നിലവാരം ഏതൊക്കെ രീതിയിൽ എത്രത്തോളം ഉയർന്നു എന്നുള്ളത് തന്നെ ഇതൊക്കെയാണ് നമ്മുടെ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ പറയുന്ന ഒരു കാര്യങ്ങൾ അതാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പലരും പറയും കേരളം ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു വാചകം കൂടി പലരും കൂട്ടിച്ചേർക്കാറുണ്ട്. കേരളം ഇന്ത്യക്ക് മാത്രമല്ല, കേരളം ലോകത്തിന് മാതൃകയാണെന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ കേരളം ലോകത്തിന് മാതൃകയാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന പലതും അത് കേരളത്തിലാണ് എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിൽ ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാഗ്, അതുപോലെ തന്നെ വെപ്പുവല്ലുകൾ, ഇതൊക്കെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ലോകം ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ ഉപയോഗിക്കുന്ന സ്ഥലമായിട്ട് നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കറിയാം ഒരു നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മ. ഇപ്പോൾ കേരളത്തിനകത്തെ PSC ഗവൺമെൻറ് വഴി നൽകുന്ന തൊഴിലുകൾ ഇന്ത്യക്കകത്ത് 100 പേർക്ക്, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ 100 പേർക്ക് ജോലി നൽകുമ്പോൾ ഗവൺമെൻറ് സംവിധാനത്തിൽ കേരളത്തിനകത്ത് 60 പേർക്കാണ് അത് നൽകുന്നത്. 100-60. അല്ല, ഈ 10 വർഷത്തിൽ ഈ നിയമന നിരോധനമില്ലാത്ത 10 വർഷമാണ് കടന്നുപോയത്. നിയമന നിരോധനമില്ലാത്ത 10 വർഷം അതൊരു ഭാഗത്ത്. രണ്ടാമത്തെ ഞാൻ പറയുന്നത് ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിലായിട്ട് 100 പേർക്കാണ് ഗവൺമെൻറ്റിൽ ജോലി കിട്ടുന്നതെങ്കിൽ ആ 100 പേരിൽ 60 പേർക്ക് ജോലി കൊടുക്കുന്നത് കേരളമാണ്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. പക്ഷെ കേരളം ജനസംഖ്യയിൽ വളരെ ചെറിയ ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും കേരളത്തിനകത്ത് ഈ പറയുന്ന ഒരു നേട്ടം ഉണ്ട് എന്നുള്ളതാണ്. അതായത് യുവാക്കളെയും അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായ ആളുകളെയും ഒക്കെ തന്നെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നു തന്നെയാണത്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ദാരിദ്ര്യം നിർമ്മാർജ്ജനം. ലോകത്തിന്റെ ചരിത്രത്തിൽ ചൈനയ്ക്ക് ശേഷം ലോകത്തിൻ്റെ ഒരു ദേശത്ത് ഒരു സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അവിടെയാണ് LDFൻ്റെ പ്രകടന പത്രിക കുറച്ചും കൂടി സ്വീകാര്യമാകുന്നത്. ഇപ്പോൾ LDFൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് LDF വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അതിദാരിദ്ര്യം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു. അതിന് പകരം
ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യും. അതിദാരിദ്ര്യവും ഈ തവണത്തെ ഇതിൽ പറയുന്നത്. അതിദാരിദ്ര്യവും ദാരിദ്ര്യ നിർമ്മാർജ്ജനം രണ്ടും രണ്ടാണ്. പക്ഷെ അതിൽ ഇപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥയും. അല്ല, അത് ഓക്കെ, അത് തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോൾ അതിദാരിദ്ര്യം ഇപ്പം 64,000-ഓളം വരുന്ന കുടുംബങ്ങളുടെ അതിദാരിദ്ര്യമാണ് ഇപ്പോൾ കേരളം ഇല്ലാതാക്കിയത്. ഇനിയിപ്പം നമ്മൾ വീണ്ടും അധികാരത്തിൽ വരുമ്പം ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് ദരിദ്രമില്ലാത്തൊരു കേരളം, മുക്ത കേരളം അല്ലെങ്കിൽ ദരിദ്ര നിർമ്മാർജ്ജനം. അത് ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ലോകത്തിലെ ഇന്നുള്ള ഇപ്പം വൻ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾക്ക് പോലും കൈവരിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. അതിനകത്തേക്കാണ് ഇപ്പം കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തിയെക്കുറിച്ച് ഇപ്പോൾ UDF-ൻ്റെ നേതാക്കന്മാരായാലും BJP-യുടെ ആളുകളൊക്കെ തന്നെ വെല്ലുവിളിച്ചിരുന്നു. ഇപ്പോൾ കേരളത്തിനകത്ത് ഒരു നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിണറായി വിജയനെ ഗെയിൽ പൈപ്പ്. പക്ഷെ ഇപ്പം സംഭവിച്ചു, ഇപ്പോൾ കേരളത്തിനകത്ത് അത് നടപ്പിലായി. അതാണ് പിണറായി വിജയൻ്റെ എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നടപ്പിലാക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ നടപ്പിലാവില്ല എന്ന് കരുതിയ പലതും നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതാണ് ഒരു ഗവൺമെന്റ്. ഇപ്പൊ അതിനൊക്കെ തന്നെ ഇത് ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും ഒക്കെ തന്നെ നിരന്തരം ഉമ്മൻചാണ്ടി ഉണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ചർച്ചയൊക്കെ അത് വഴിതെറ്റി പോകുന്നുണ്ട്. പക്ഷേ ഇത് നാഷണൽ ഹൈവേ ഗവൺമെന്റ് പദ്ധതിയാണ്. പക്ഷേ നാഷണൽ ഹൈവേ ഗവൺമെന്റ് പദ്ധതിയാണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആ പദ്ധതിക്ക് വേണ്ടി ഭൂമി എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു തുക ഒരു സ്റ്റേറ്റ് കൊടുക്കുന്നത്. അത് ആദ്യമായിട്ടും എനിക്ക് തോന്നുന്നു അവസാനമായിട്ടും കേരളം തന്നെയാണ് സ്റ്റേറ്റുമാണ് അത് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം വരികയുണ്ടായി. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ബജറ്റ്, ആ ബജറ്റിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഒരു ദിവസം ഏകദേശം കേരളത്തിനകത്ത് 11-12 പേര് റോഡ് അപകടത്തിൽ മരണപ്പെടുന്നുണ്ട്. പക്ഷേ റോഡ് അപകടത്തിൽ മരണപ്പെടുന്ന ഒരാൾക്ക് ആദ്യത്തെ ആ ഒരു ചികിത്സ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ പലപ്പോഴും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് പലരും മടിക്കുന്നൊരു കാര്യമാണ്. ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ആവശ്യമായ സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതയൊക്കെ വരുമെന്ന് കരുതി പലരും മാറി നിൽക്കുന്നതാണ്. പക്ഷേ കേരള ഗവൺമെൻറ് പുതിയ തീരുമാനം എടുത്തു. റോഡ് അപകടത്തിൽ പെടുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 5 ദിവസം അവർക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കാം എന്നുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്നു. അപ്പോൾ ഈ തരത്തിൽ ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് പ്രവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെയൊക്കെ പലരും പറയാറുണ്ട് പ്രവാസികൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വേണ്ടത്ര ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന കാലഘട്ടത്തിൽ ഇപ്പം മുമ്പത്തെ വ്യത്യസ്തമായിട്ട് നാട്ടിൽ പോയി വോട്ട് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം വന്നപ്പം പലരും പോയി വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനകത്ത് നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് പ്രവാസികൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടൊരു ഉത്തരം ഓരോരോ പ്രവാസിൻ്റെയും കൺമുന്നിലുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും വലിയ കാര്യമാണ് പ്രവാസി ക്ഷേമ പെൻഷൻ. കാരണം 60 വയസ്സ് കഴിഞ്ഞ ഒരു പ്രവാസി അവൻ്റെ പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിലെത്തുന്ന സമയത്ത് നിലവിലെ ഒരു ഇത് വെച്ചിട്ട് 3000 രൂപ പെൻഷൻ കിട്ടുകയാണ്. 3000-3500 രൂപ പെൻഷൻ കിട്ടുകയാണ്. അതിനകത്ത് കൂടുതൽ പെൻഷൻ കിട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പ്രവാസികളോടുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ VS അച്യുതാനന്ദനാണ് പ്രവാസികൾക്ക് പെൻഷൻ കൊണ്ടുവരുന്നത്. 500 രൂപയാണ് അന്ന് പെൻഷൻ. പക്ഷേ അതിനുശേഷം VS ഗവൺമെൻറ് പോയി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 1 രൂപ പോലും പ്രവാസികളുടെ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ 500 രൂപയുണ്ടായിരുന്ന പെൻഷൻ ഇപ്പം ഈ രൂപത്തിലേക്ക് വർദ്ധിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ഒരു കാലത്താണ്. അതേപോലെ തന്നെ പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ പ്രവാസികൾക്ക് ഈ ആരോഗ്യ സംബന്ധമായ പ്രശ്നം വന്ന് പെട്ടെന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ചികിത്സ വലിയൊരു പ്രശ്നമാണ്. നാട്ടിലാണെങ്കിൽ മുഴുവൻ പേർക്കും ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ചികിത്സ ഉണ്ട്. അവർക്ക് കാരുണ്യ മറ്റ് സംവിധാനങ്ങളിലൂടെ സൗജന്യ ചികിത്സ നൽകുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ നോർക്ക കെയർ അതേപോലെ തന്നെ നോർക്ക പ്ലസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് ഇന്നിപ്പോൾ നന്നായിട്ടത് പ്രവാസികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം മറ്റുള്ള ഇൻഷുറൻസുകൾ പോളിസികളിൽ ഒന്നുമില്ലാത്ത ഓരോ പ്രവാസിക്കും ഏത് സമയത്തും ചികിത്സ തേടാൻ കഴിയുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങളുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയായിട്ടാണ് അത് മാറുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം പ്രവാസികൾ പലപ്പോഴും കുടുംബമായിട്ട് താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പ്രവാസികളായിട്ടും ഗൾഫ് മേഖലയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിനകത്ത് അവർ പല നിയമ നടപടികൾക്ക് നേരിടേണ്ടി വരും, ഇപ്പോൾ ഏതെങ്കിലും അതിക്രമങ്ങൾക്കോ. അപ്പോൾ അവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിനകത്ത് NRI പോലീസ് സ്റ്റേഷൻ,
പ്രവാസികൾക്ക് മാത്രമായിട്ട് പ്രവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടുള്ള പുതിയ പോലീസ് സ്റ്റേഷൻ സംവിധാനം വരുന്ന ഇത് ഏറ്റവും അവസാന ബജറ്റിൽ വന്ന കാര്യമാണ്. ഇതൊക്കെ വലിയ രീതിയിൽ പ്രവാസ മേഖലക്കകത്ത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം. അത് നിങ്ങൾ കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ആളുകൾ ജോലി തേടി വിദേശത്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളത്തിലെ ആളുകൾ ജോലി തേടി വിദേശത്ത് പോകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അവരുടെ പ്രായമുള്ള രക്ഷിതാക്കൾ നാട്ടിലാണ്. അപ്പോൾ അവരൊറ്റപ്പെടുന്നു. സാമ്പത്തികപരമായിട്ട് വലിയ ഭദ്രത അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കുമ്പോഴും അവരുടെ പ്രായമായ മാതാപിതാക്കൾക്ക് ഒരു പ്രായമായ സമയത്ത് സംരക്ഷണം കിട്ടാണ്ട് നിൽക്കുന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഗവൺമെൻറ് പുതിയ ഒരു നയം കൊണ്ടുവന്നത്. അത് മക്കളുണ്ട്, പക്ഷേ മക്കൾ വിദേശത്ത് കഴിയുന്ന, ഒറ്റപ്പെട്ട് നാട്ടിൽ കഴിയുന്ന പ്രായമുള്ള വയോജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി, പാലിയേറ്റീവ് പദ്ധതികൾ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു. അത് കേരളത്തിൽ മാത്രം ഉള്ളൊരു പ്രത്യേകതയാണത്. കാരണം വയോജനങ്ങൾക്ക് ഉണ്ട്, എന്നാൽ വയോജനങ്ങളായിട്ടുള്ള മക്കൾ അരികിലില്ലാത്ത അവരുടെ മക്കൾ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യ, മകളെ ഭർത്താവൊക്കെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുമ്പം ഒറ്റപ്പെട്ട് കഴിയുന്ന അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു പ്രവാസികൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ് ഈ അടുത്ത കാലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ പൗരത്വം തെളിയിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിൽ ജനിച്ചവനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കോടതികൾ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം കൽക്കത്തയിലും പശ്ചിമ ബംഗാളിലൊക്കെ തന്നെ ഒട്ടനവധി പേർ പൗരത്വം തെളിയിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിൽ ആത്മഹത്യ ചെയ്തുണ്ടായി. 10, 60, 70 വർഷം കാലം ജീവിച്ച മണ്ണിനകത്ത് നാളെ നീ ഈ നാട്ടുകാരനാണോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഹാജരാക്കാൻ രേഖകൾ ഉണ്ടാവുമോ എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു നാട്ടിൽ കേരളത്തിലുള്ള ഒരു മനുഷ്യനും അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ ഇനി ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള മതേതരപരമായിട്ട് ഗവൺമെന്റിന്റെ ഒരു കരുതൽ മീൻസ് ഇതൊരു ചെറിയൊരു കരുതലല്ല, ഒരു കാഴ്ചപ്പാടാണ്, ഒരു നിലപാടും അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് നീ ഈ നാട്ടുകാരനാണോ എന്നുള്ള ചോദ്യവും അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള രേഖകൾ തയ്യാറാക്കണം എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നം അവിടെയാണ് നമ്മുടെ ഗവൺമെന്റ് നേറ്റിവിറ്റി കാർഡുകൾ ഇപ്പം കൊണ്ടുവരുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ മാറ്റാണ്. കാരണം വെച്ചാൽ നമ്മൾ പറയാ ആ ഒരു ഗവൺമെന്റ് നേറ്റിവിറ്റി കാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിൽ, അതായത് ലോകത്തിൽ തന്നെ ചർച്ചയാകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ അസ്തിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൻ എവിടെയൊക്കെ തരേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവിടെ അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ഒരു വിശാലമായ കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരമാണ്. മാത്രമല്ല ഇപ്പം നേരത്തെ നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, ഈ കേരളം ഇനി എങ്ങനെ വളരും എന്നുള്ളതാണ്. അപ്പോൾ പലരും പറയുന്നത് എന്താണ്, കേരളം നമുക്ക് മുന്നോട്ട് പോകണം. ഇപ്പം ഇപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചാൽ അവന് പവർ കട്ട് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ 10 വർഷം മുമ്പ് UDF ഭരിക്കുന്ന കാലത്ത് പവർ കട്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു 18 വയസ്സുള്ള കുട്ടിക്ക് അവൻ്റെ ഓർമ്മയിൽ ആ സംഭവമില്ല. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. പാഠപുസ്തകം കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു പറയും ഇന്നത്തെ ഒരു കുട്ടിക്ക് അത് ഓർമ്മയില്ല, ചിന്തിക്കാൻ ഓർമ്മയില്ല. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുണ്ടായപ്പോൾ കേരളത്തിനകത്ത് ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള വലിയ ഒരു നേട്ടം ഇന്നത്തെ തലമുറ കുട്ടികൾക്ക് അത് അറിയില്ല, വർഗീയ കലാപം എന്താണെന്നില്ല. കാരണം അങ്ങനെ ഉണ്ടാവണമെന്നല്ല, പക്ഷെ മറ്റു പല സ്റ്റേറ്റിലും അതിൻ്റെ ഭാഗമായിട്ട് വലിയ ഭവിഷ്യത്ത് ഉണ്ടാവണമെന്നല്ല, എന്തുകൊണ്ട് കേരളത്തിന് അത് ഉണ്ടാകുന്നില്ല എന്നുള്ള കാരണം എന്താണ് എന്നുള്ളതും കൂടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അതാണ് തൻ്റെ ഒരു ഗവൺമെൻറ് ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ഇപ്പം കേരളത്തിലെ ഗവൺമെൻറ് ആണെങ്കിൽ എടുക്കുന്ന ഒരു സമീപനത്തിൻ്റെ ആയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചുരുക്കുമ്പോൾ എന്തിന് ഇടതുപക്ഷം വരണം എന്ന ചോദ്യത്തിന് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ള ഉത്തരം, കേരളം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരളം മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിനോടല്ല, കേരളം മത്സരിക്കുന്നത് ലോകത്തോടാണ്. കേരളം മത്സരിക്കുന്നത് ലോകത്തിലുള്ള പുതിയ സാധ്യതകളോടാണ്. അപ്പോൾ കേരളത്തിലെ അഭ്യസ്തരായ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. AI മേഖലക്കകത്ത്, ശാസ്ത്ര സാങ്കേതിക മേഖലക്കകത്ത് മാറുന്നതിനനുസരിച്ച് നാളെ ഒരു പുതിയ മാറ്റം ലോകത്ത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തെ, ഒരു വൈജ്ഞാനിക സമൂഹമായിട്ട് കേരളത്തിനെ മാറ്റാൻ പറ്റണം. അങ്ങനെ മാറ്റാൻ കഴിയണമെങ്കിൽ
കേരളത്തിൻ്റെ പാഠ്യപദ്ധതികൾ മാറ്റി, പാഠപുസ്തകങ്ങൾ മാറ്റി, കുട്ടികൾക്ക് അതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതായിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്, ബദൽ കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാട്. പക്ഷേ ആ വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുമ്പോൾ തന്നെ ആ വികസന കാഴ്ചപ്പാട് ഏതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരെ ഏതെങ്കിലും വേദനിപ്പിച്ചിട്ടോ, അവരുടെ ഏതെങ്കിലും അവരെ ദുരിതത്തിലെത്തിയിട്ടോ, അവരുടെ ഏതെങ്കിലും പൈതൃകത്തെയോ അല്ലെങ്കിൽ സാംസ്കാരിക മൂല്യങ്ങളെയോ അവരെ എന്തെങ്കിലും കവർന്നെടുത്തിട്ടല്ലാതെ തന്നെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം അവതരിപ്പിക്കുന്നത്. ആ വികസന കാഴ്ചപ്പാട് ലോകത്തിന് മാതൃകയാണ്. ആ വികസന കാഴ്ചപ്പാട് ഇന്ന് ഇന്ത്യക്ക് മാതൃകയാണ്. ആ വികസന കാഴ്ചപ്പാടിന് ബദലായിട്ട്, അതിനെ മറികടക്കാനുള്ളൊരു ബദലായിട്ട് ഒരു കാഴ്ചപ്പാട് UDF ഇല്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിന്തകൾ. അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണങ്ങളല്ല, പ്രചരണം നമുക്ക് എന്തും ചെയ്യാം, രാഷ്ട്രീയപരമായിട്ട് വാക്ക് തർക്കങ്ങളും സംവാദങ്ങളും നടക്കാം. പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ചിന്തകൾ ഈ രൂപത്തിലാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരിടതുപക്ഷത്ത് ഭരണം വരും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് കേവലമായിട്ടുള്ള ആഗ്രഹം മാത്രമല്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് LDFന് വലിയ തരത്തിലുള്ള തിരിച്ചടിയുണ്ടായി. പക്ഷേ ആ തിരിച്ചടിയിൽ നിന്ന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഈ അവസാനം നടന്നിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിച്ചു. സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. കേരളത്തിൽ നടത്തിയിട്ടുള്ള സർവേകൾ, ഇപ്പോൾ ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങൾ, ഇപ്പോൾ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമം ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്, മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ സർവേകളിലും തുടർഭരണ സാധ്യതകൾ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ആ സാധ്യത വെച്ച് നോക്കുമ്പോൾ ഒരു തുടർഭരണം വരും. കേരളത്തിന് ഇനിയും പുതിയ മാറ്റം ഉണ്ടാവും. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരിടമായി, ഭൂമിയിലെ ഒരു സ്വർഗമായി ഈ കേരളം മാറും. അങ്ങനെ മാറണമെങ്കിൽ വീണ്ടും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണം വരണം എന്നുള്ളതാണ് കേരളം ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ നാട്ടിൽ പോകാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇലക്ഷന് വേണ്ടി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരൊക്കെ തന്നെ നാട്ടിൽ പോകണം. നാട്ടിൽ പോയിട്ട് അവർ വോട്ട് രേഖപ്പെടുത്തും. ജനാധിപത്യത്തിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം തന്നെ പ്രവാസിയായാലും നമ്മുടെ കുടുംബമായാലും നമ്മുടെ മക്കളായാലും ഭാവി തലമുറയായാലും ആ തലമുറയ്ക്കെല്ലാം ഏറ്റവും കൂടുതൽ ഗുണകരമായി നമുക്ക് പ്രതീക്ഷയുള്ളത് LDFലാണ്. അവർ പറഞ്ഞത് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വീണ്ടും വരും എന്ന് തന്നെയാണ് എല്ലാ ആളുകളുടെയും പ്രതീക്ഷ. ആ പ്രതീക്ഷ നമുക്ക് നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം. ഞങ്ങളെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളോട് ശരിക്കൊരു വോട്ട് അഭ്യർത്ഥിക്കേണ്ടെന്ന ആവശ്യം ഇല്ല. കാരണം അനുഭവമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട്, നിങ്ങൾ മീൻസ് നിങ്ങളും ഞാനും നമ്മളെല്ലാവരും കഴിഞ്ഞ 10 വർഷമായി ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ നേട്ടങ്ങളും ഗുണങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒരു തികഞ്ഞ മതേതരവാദിയായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മുടെ ജാതിയുടെ പേരിൽ, നമ്മുടെ മതത്തിൻ്റെ പേരിൽ ഒരുത്തനും നമ്മളെ കയറി ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്ന ഒരു നാടല്ല നമ്മുടെ നാട്. ഈ നാട് ഈ മതസൗഹാർദ്ദത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ വിശ്വാസികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്നേഹത്തിൻ്റെ നാടായി നമുക്ക് നിലനിൽക്കാൻ കഴിയണം. വർഗീയതയില്ലാത്ത ഒരു നാടായി നമുക്ക് നിലനിൽക്കാൻ കഴിയണം. വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തിക്കൊണ്ട്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും എല്ലാ ജീവികളെയും ജീവജാലങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം നമുക്ക് വീണ്ടും തുടരേണ്ടതുണ്ട്. അതിന് നമുക്ക് ഈ ഗവൺമെൻറ്റിന് തുടരണം എന്നതാണ് വളരെ സന്തോഷത്തോടു കൂടെ സ്നേഹപൂർവ്വം എല്ലാ പ്രവാസികളോടും പങ്കുവെക്കാനുള്ളത്.